നല്ല മൂവി, നല്ല ആക്ഷൻ, വയലൻസ്, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. നല്ല മൂവി കേട്ടോ, സൂപ്പർ മൂവി. അങ്ങനെയുണ്ട് എഴുത്ത് ടോട്ടലി മുരളിയുടെ എഴുത്തൊക്കെ. അയ്യോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല മൂവി, കണ്ടിരിക്കാം. നമുക്ക് 2.5 മണിക്കൂറോളം കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം. നമ്മുടെ നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ആയിട്ടെന്തെങ്കിലും അങ്ങനെ ഇല്ല, എന്നാലും റിലേറ്റഡ് ആയിട്ടുണ്ട്, ചെറുതായിട്ടൊന്നും ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല മൂവി കേട്ടോ, നല്ല സൂപ്പർ മൂവി. എല്ലാ ക്യാരക്ടേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ഇന്ദ്രൻസ് ആര്യ ഇടുക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആര്യ ക്യാരക്ടർമാരെല്ലാം അടിപൊളിയാണ്. പിന്നെ മുരളിഗോപിയുടെ ഒരു ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ സ്റ്റൈലിൽ തന്നെയാണ് പടം പോകുന്നത് കേട്ടോ. നമ്മുടെ ഒരു എംബ്രാനൊക്കെ ചെയ്ത പോലൊക്കെ തന്നെയാണ് ആ ഒരു സ്റ്റൈലൊക്കെ പോകുന്നത്. ഏതായാലും ക്യാരക്ടർമാരില്ല, അതായത് ഇന്ദ്രൻസ് ചേട്ടനെ ആര്യ തകർക്കാനുള്ള എല്ലാം തകർത്ത് ഒരു വിജയരാമനൊക്കെ കിട്ടിക്കിട്ടുണ്ട് പടത്തില്. എല്ലാവരും നല്ല ക്യാരക്ടർ ബേസിലുള്ള പടം. പിന്നെ പറഞ്ഞ പോലെ തന്നെ എംബ്രാന്റെ ഒരു സ്റ്റൈൽ മൂഡിലാണ് പടം മുന്നോട്ട് പോകുന്നത്. അവസാനത്തെ ക്ലൈമാക്സും ഒക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് ക്ലൈമാക്സ് ഒക്കെ തീർത്തിരിക്കുന്നത്. ആ ഒരു ഇതേ ഉള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പടം പക്ക മാസ് പടം. ആര്യ സൂപ്പർ മാസ് കാണിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ആര്യ തകർത്തിട്ട് ഇന്റർവൽ സീനൊക്കെ ആര്യ പക്ക ലെവലിലാണ്. അതിനൊരു റിവീൽ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ആരാന്തൊക്കെ റിവീൽ ചെയ്യുന്ന കിടുക്കനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നല്ല മേക്കിംഗ് ആണ് കേട്ടോ, കുഴപ്പമില്ല പടം. ഓക്കെ, ഇന്ദ്രൻസിന്റെ പെർഫോമൻസ് ഒക്കെ ഇന്ദ്രൻസ് നന്നായിട്ട് ചെയ്തു. പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് പറയുന്നത്, പൊളിറ്റിക്സ് ആണോ സിനിമ പറയുന്നത്? അല്ല, അത് സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചു. ഞാൻ ഈ കഥ പറയാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി. അത്ര ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ആർട്ടിന്റെ ആളുകളാണ്. അവര് ഇട്ടേക്കുന്ന സെറ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻസ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ടോട്ടലി പടം ഗംഭീര പടം. ആര്യ ഒന്നും അങ്ങനെ നന്നായിട്ടുണ്ട്, പടത്തില് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം തമിഴ് ക്യാരക്ടറായിട്ട് തന്നെ ചെയ്തേക്കണം, അതുകൊണ്ട് ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട് മൊത്തത്തിൽ. ടെക്നിക്കൽ സൈഡ്, കോസ്റ്റ്യൂം, സിനിമോട്ടോഗ്രാഫി, ആർട്ട് ഡയറക്ഷൻ, ഇതെല്ലാം ഗംഭീരമായിട്ട് ചെയ്തു. നോർമലി എല്ലാ നടീനടന്മാരെ സ്വാഭാവികമായിട്ടുള്ള പോലെയൊക്കെ തന്നെ ഉണ്ട്, അത് പ്രത്യേകിച്ച് ഇതൊന്നും തോന്നില്ല. പക്ഷെ ഇന്ദ്രൻസ് ചേട്ടനാണ് പടത്തിലെ ഒരു വേറെ ലെവലിൽ ചെയ്തത്. ഓക്കെ, താങ്ക് യു.